മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. 139.90 അടിയാണ് നിലവിലെ ജലനിരപ്പ്. 142 അടിയാണ് പരമാവധി സംഭരണ ശേഷി. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, നിലവിലെ സ്ഥിതി എന്താണ്? രേഷ്മ, നിലവിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴ കുറഞ്ഞിട്ടുണ്ട്. മഴയുടെ ശക്തി കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. 2050 ഘനയടി വെള്ളം സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതേസമയം തന്നെ തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ഈ ജലനിരപ്പ് ഉയരാനുള്ള പ്രധാനമായ ഒരു കാരണം. 300 ഘനയടി വെള്ളം മാത്രമാണ് സെക്കൻഡിൽ തമിഴ്നാട് ടണൽ വഴി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രീതിയിൽ നീരൊഴുക്ക് തുടർന്നാൽ 140 അടി പിന്നിടാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്. 142 അടിയാണ് നിലവിൽ ഡാമിന്റെ അനുവദനീയമായ പരമാവധി സംഭരണ ശേഷി. എന്തായാലും 142 അടിയിലേക്ക് വെള്ളം എത്തുന്ന ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് തമിഴ്നാട് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനുള്ള ഒരു സാധ്യതയുള്ളൂ. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം എത്രയാണോ അത്രയും വെള്ളം കേരളത്തിലേക്ക്, പെരിയാറിലേക്ക് ഒഴുക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഏതെങ്കിലും രീതിയിൽ ഷട്ടർ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന് മതിയായ മുന്നറിയിപ്പ് നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി സിജോ.